യേശുവിൻ കൂടെ താഴുവാൻ, യേശുവിൻ കൂടെ വാഴുവാൻ, യേശുവിൽ നിത്യം ചേരുവാൻ ഇവയെ കാക്ഷിക്കുന്നു. യേശുവിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ഞാൻ ഒത്തിരി കൺഫ്യൂസ്ഡ് ആണ്. അതിന് കാരണം എന്ത് ചെയ്താൽ യേശു ഇംപ്രസ്ഡ് ആകും എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ചോദ്യം. ഈ ചോദ്യത്തിന് ഉത്തരം ഇപ്പോഴും കിട്ടുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യവും. കാരണം ഇന്ന് യേശുനാഥൻ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന മാർത്തയുടെയും മറിയത്തിൻ്റെയും വീട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു യാത്രാമധ്യേ ധൈര്യമായി കയറി ചെല്ലാവുന്ന ക്രിസ്തുവിൻ്റെ സൗഹൃദ ഇടമെന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്നത് ഈ മാർത്തയുടെയും മറിയത്തിൻ്റെയും ഭവനമാണ്. അവിടെ സ്നേഹമുണ്ടായിരുന്നു, അവിടെ സൗഹൃദമുണ്ടായിരുന്നു, അവരുടെ ബന്ധങ്ങൾ അത്രയേറെ ആഴമായിരുന്നു. ഒരു യാത്രക്കിടയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ വീട്ടിൽ എടുത്തു പറയാതെ, നേരത്തെ വിളിച്ചു പറയാതെ നമ്മളൊക്കെ ധൈര്യപൂർവ്വം കയറി ചെല്ലാറില്ലേ? അതുപോലെ ക്രിസ്തു കയറി ചെല്ലാവുന്ന, ക്രിസ്തുവിന് ഏറ്റവും കംഫർട്ടായിട്ടുള്ളൊരു വീട് എന്ന് നമുക്ക് എടുത്തു പറയാവുന്നത് ഈ മാർത്തയുടെയും മറിയത്തിൻ്റെയും വീടാണ്. ഈ വീട്ടിലേക്ക് ക്രിസ്തു ചെല്ലുമ്പോൾ മാർത്തയ്ക്കും മറിയത്തിനും ഒത്തിരി സന്തോഷമായിട്ടുണ്ടാകണം. കാരണം അവൻ യാദൃശ്ചികമായി വന്നതാണെങ്കിലും അവൻ്റെ വരവ് അവർക്ക് സന്തോഷമുള്ളതാണ്. ആ ഒരു യാദൃശ്ചിക വരവിലെ സന്തോഷത്തിനിടയിലാണ് മാർത്ത അടുക്കളയിലൊക്കെ ഓടി നടന്ന് പല കാര്യങ്ങളും ചെയ്യുന്നത്. കാരണം അവനെ ഇമ്പ്രസ് ചെയ്യണം, അവനെന്തെങ്കിലും വെള്ളം കൊടുക്കണം, അവന് ഭക്ഷണം കൊടുക്കണം. ഇങ്ങനെ മാർത്തയുടെ മനസ്സ് മുഴുവനും ഒത്തിരി കാര്യങ്ങളിൽ വ്യാപൃതപ്പെടുന്നുണ്ട്. സാധാരണ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടാകാവുന്ന സാധാരണഗതിയിലെ ഒരു ചിന്ത തന്നെയാണ് മാർത്തയുടെയൊക്കെ ജീവിതത്തിലെ ചിന്ത. അവൾ ഒത്തിരി കാര്യങ്ങളിൽ ഇങ്ങനെ വ്യാപൃതമായി ഓടി നടക്കുകയാണ്. മറിയം നേരെ തിരിച്ചാണ്, അവളൊന്നും ചെയ്യുന്നില്ല. അവൾ വന്ന ക്രിസ്തുവിൻ്റെ മുമ്പിൽ വെറുതെ ഇങ്ങനെ അവനെയും കേട്ട് അവൻ്റെ പാദാന്തികത്തിലിരിക്കുന്നു. ക്രിസ്തുനാഥൻ പറയുന്നു, മാർത്ത മാർത്ത, നീ ഒത്തിരി കാര്യങ്ങൾ വ്യാപൃതയാകുന്നുണ്ട്, വേണ്ട, നീ വെറുതെ ഇങ്ങനെ ഇരുന്നാൽ മതി. പ്രിയമുള്ളവരെ, മാർത്ത ചെയ്തതിൽ എന്താണ് തെറ്റുള്ളത്? പ്രത്യേകിച്ച് തെറ്റൊന്നുമില്ല. എല്ലാ കാലഘട്ടത്തിലും മനുഷ്യരൊക്കെ ഇങ്ങനെ വ്യഗ്രതപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് മാർത്തയുടെ ജീവിതം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മളെല്ലാവരും മാർത്തയെപ്പോലെ വിളിക്കപ്പെട്ടവരാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വ്യാപൃതരാകുന്നുണ്ട്. അത് ദൈവത്തിനെ ഇമ്പ്രസ് ചെയ്യാനായിരുന്നാലും നമ്മുടെയൊക്കെ ജീവിതത്തെ ഇമ്പ്രസ് ചെയ്യാനായിരുന്നാലും ഓടി നടക്കുന്ന ഈ ജീവിതത്തിനിടയിൽ കർത്താവ് പറയുന്നത്, ഒന്നും ചെയ്യണ്ട, ഏറ്റവും പ്രയോറിറ്റി ആയിട്ട് നേടാനുള്ള നീ നേടിയെടുക്കുക, പിന്നീട് ബാക്കിയെല്ലാം വന്നുകൊള്ളും. അതാണ് ഈ പ്രയോറിറ്റൈസ് ചെയ്യുന്ന സ്നേഹബന്ധം എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഒരു ദിവസം നമ്മൾ ചെയ്യുന്ന ഒരു 10 കാര്യത്തിനിടയിൽ എത്ര കാര്യങ്ങളാണ് ഏറ്റവും മുൻഗണനയിൽ നമ്മൾ എത്തുന്നത്? ഒന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു ജീവിതയാത്രയ്ക്കിടയിൽ ഒന്ന് കണ്ണടച്ച് ധ്യാനിക്കണം. ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ ചെയ്ത കാര്യങ്ങൾക്കിടയിൽ കുട്ടികൾക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി, നമ്മളായിരിക്കുന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടി, നമ്മൾ ചെയ്യുന്ന ഉത്തരവാദിത്തങ്ങൾക്ക് വേണ്ടിയൊക്കെ ഓടി നടന്നതിനിടയിൽ ദൈവത്തിന് എത്രാം സ്ഥാനമാണ് നമ്മൾ കൊടുത്തത്? ദൈവത്തിന് എന്തുമാത്രം മുൻഗണനയാണ് കൊടുത്തത്? എനിക്ക് തോന്നുന്നു നമ്മൾ ദൈവത്തെയൊക്കെ അല്പം സൈലൈൻ ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. നമ്മൾ ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കുന്നുണ്ടോ? ചിലരൊക്കെ വളരെ വേദനയോടെ പറഞ്ഞു കേട്ടിട്ടുള്ളത്, ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കാൻ മറന്നുപോയി. ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കാൻ മറന്നുപോയി എന്നുള്ളത് അവിടെ ഇരിക്കട്ടെ. വളരെ വീണ്ടും നമുക്ക് ചോദിക്കാവുന്നൊരു ചോദ്യം, 2-ാം സ്ഥാനം അവന് കൊടുക്കുന്നുണ്ടോ? 3-ാം സ്ഥാനം കൊടുക്കുന്നുണ്ടോ? ഒരു ദിവസം ചെയ്ത 10 കാര്യങ്ങൾക്കിടയിൽ ആ 10 കാര്യങ്ങൾക്കിടയിലെങ്കിലും ക്രിസ്തു വളരെ ഗൗരവപ്പെട്ട ഒരാളായി നമുക്ക് എത്തുന്നുണ്ടോ? പ്രിയമുള്ളവരെ, ക്രിസ്തുനാഥൻ സുവിശേഷത്തിൽ ചിലയിടങ്ങളിലൊക്കെ ഈ ചില കാര്യങ്ങൾ ആവർത്തിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. മാർത്ത മാർത്ത, ശിമിയോനെ ശിമിയോനെ, ഇങ്ങനെ 2 പ്രാവശ്യം ചിലതൊക്കെ വിളിക്കും. അത് വിളിക്കുന്നത് വെറുതെയല്ല, വലിയൊരു ഓർമ്മപ്പെടുത്തലോടു കൂടിയുള്ള പേര് വിളിയാണത്. ചില കാര്യങ്ങളൊക്കെ മറന്നു പോകാതിരിക്കാൻ, നിന്നോടാണ് ഞാൻ പറയുന്നതെന്ന് ആവർത്തിച്ചോർമ്മിക്കാൻ വേണ്ടി ക്രിസ്തുനാഥൻ 2 പ്രാവശ്യം ചില പേരുകളൊക്കെ ആവർത്തിക്കും. അങ്ങനെ ആവർത്തിക്കപ്പെട്ട പേരാണ് മാർത്തയുടെ പേര്. അത് മാർത്തയോട് മാത്രമല്ല, ഈ ലോകത്തിന് മുഴുവനോടുമുള്ള സന്ദേശമാണ്. പല കാര്യങ്ങളിലും നീ വ്യാപൃതയാകും. നീ ഏതാണോ ഏറ്റവും പ്രധാനമാണെന്ന് കരുതുന്നത് അതിലേക്ക് നീ കുറച്ചും കൂടി ശ്രദ്ധ പതിപ്പിക്കുക. നമ്മളൊക്കെ ശ്രദ്ധ പതിപ്പിക്കേണ്ടത് ദൈവത്തിലാണ്. ഈ ദൈവത്തെ നഷ്ടപ്പെടുത്തി എന്ത് നേടാമെന്ന് കരുതിയാലും അതൊന്നും പൂർണ്ണമായി തീരില്ല. അതിനൊക്കെ ഒരു അപൂർണതയുണ്ടാകും, അതിനൊക്കെ ഒരു ശൂന്യതയുണ്ടാകും. വെളിച്ചമെന്ന് നമ്മൾ കരുതുന്നതിൽ പോലും ഒരു ഇരുട്ട് നമ്മൾ കണ്ടെത്തും. സന്തോഷമെന്ന് കരുതുന്നതിൽ പോലും ഒരു സങ്കടമുണ്ടാകും. ആനന്ദമെന്ന് കരുതുന്നതിൽ പോലും ഒരു ദുഃഖമുണ്ടാകും. ഇങ്ങനെ എല്ലാ സന്തോഷങ്ങൾക്കിടയിലും ഒരു ദുഃഖം ഒളിഞ്ഞു കിടപ്പുണ്ടാവും. ദൈവത്തെ നേടിയവന് എല്ലാം നേടാനാകുമെന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ ഓർമ്മപ്പെടുത്തൽ മാർത്തയോട് മാത്രമല്ല, ഈ ലോകത്തോട് തന്നെയാണ്. നീ ഒരുപാട് കാര്യങ്ങൾ വ്യാപൃതയാകുന്നുണ്ട്. ഇല്ല, ഒന്ന് ശാന്തമായിരിക്കും, അവൻ്റെ പാദാന്തികത്തിൽ വെറുതെ ഒന്നിരിക്കും. എല്ലാത്തിനും ശമനമുണ്ടാകും, എല്ലാത്തിനും സന്തോഷമുണ്ടാകും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. യേശുവെ പോലെയാകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ ഇവ
വിശുദ്ധ